یک مشت حرف پوچ و با لودگی سعی کرد صهیونیست‌های مایوس رو امیدوار کنه، بهشون روحیه بده. توقعشون نداشتن، مایوس شدن. اونها توقع نداشتن که موشک ایرانی ساخت دست جوان ایرانی. نکته اول این است که آمریکا در جنگ غزه شریک اصلی است. بدون تردید آمریکا شریک در این جنایت. ഇറാനുമായിട്ടുള്ള ആണവ പദ്ധതി കരാറുമായിട്ട് സംസാരിക്കാൻ തയ്യാറാണെന്ന് ട്രംപ്. ഇച്ചെൻ്റെ പണി നോക്കുമെന്ന് ഖമേനിയും പറഞ്ഞു. ഇതാണ് ഇന്നലെ നടന്നിട്ടുള്ള കാര്യം. ഖമേനി ഇന്നലെ പുള്ളിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പാർലമെൻറ്റിൽ സെനറ്റിൽ ട്രംപിൻ്റെ ഒരു സംസാരിച്ച കൂട്ടത്തിൽ ട്രംപ് ഒരു കാര്യം പറഞ്ഞു. അതായത് മുമ്പ് നമുക്ക് 2015 മുതൽ ഈ ഇറാനെതിരെ ഒരുപാട് ഉപരോധങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് 2015 ഇറാനുകൊണ്ട് ഇനി അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ആണവോർജ്ജ പദ്ധതിയും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് ചെയ്യാൻ പാടില്ല. അതല്ലെങ്കിൽ അറ്റോമിക് എനർജി, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഇതിൻ്റെ കമ്മിറ്റിയുടെ അണ്ടറിൽ അവരുടെ മേൽനോട്ടത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ മേലുള്ള ഉപരോധങ്ങൾ, സാമ്പത്തിക ഉപരോധങ്ങളും മറ്റൊക്കെ മാറ്റിത്തരാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടാണോ അന്ന് അമേരിക്ക, അതുപോലെ തന്നെ ജർമ്മനി, ഫ്രാൻസ് ഇവരെല്ലാവരും കൂടെ, അമേരിക്ക ഇവരെല്ലാവരും കൂടെ ഒരു തീരുമാനത്തിലോട്ട് എത്തിയത് അല്ലേ? അങ്ങനെ ആ കരാറിൻ്റെ ഭാഗമായിട്ട് അത് 1ാം ഘട്ടം 2ാം ഘട്ടം അങ്ങനെ ഒരു 4-5 ഘട്ട കരാറുകൾ അല്ലെങ്കിൽ 4-5 ഘട്ട ഡിസ്കഷൻസും ഒക്കെ നടന്നു പോയിട്ടുണ്ട്. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് 2018 അമേരിക്ക വീണ്ടും ഉപരോധങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇനി അതുമാത്രമല്ല, ഇക്കഴിഞ്ഞ 2025 ഈ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ അമേരിക്ക വീണ്ടും ഈ പലതരത്തിലുള്ള ഉപരോധങ്ങളും ഇറാനെതിരെ വെച്ചതും, അതുപോലെ തന്നെ ഇറാൻ്റെ തന്നെ ഈ ആണവോർജ്ജ പദ്ധതി കേന്ദ്രങ്ങളൊക്കെ പോയിട്ട് അമേരിക്ക തകർത്തു എന്ന് പറയപ്പെടുന്നു. ഇതെല്ലാം കൂടെ ആയ സമയത്ത് ഇപ്പം കഴിഞ്ഞ സെപ്റ്റംബറിൽ നടക്കേണ്ടിയിരിക്കുന്ന 5ാം വട്ട ചർച്ചയാണ് ഇറാൻ ആ സമയത്ത് വേണ്ട, ഇനിയിപ്പം അതായത് ഞങ്ങൾക്ക് മേലെ എല്ലാ ഉപരോധങ്ങളും ഈ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളും മറ്റുള്ള ആളുകൾ കൊണ്ടുവന്നു. പോരാത്തതിന് അമേരിക്ക ഇസ്രായേലിൻ്റെ കൂടി ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ബോംബ് ഇടുകയും ചെയ്തു. ഇനിയിപ്പോൾ ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ കരാറ് ഞങ്ങൾ നിർത്തി. ഇനി ഈ കരാറ് മുന്നോട്ടില്ല. ഇനി ആണവോർജ്ജം ഉണ്ടാക്കണ്ടേ എന്നുള്ള ഞങ്ങൾ ആലോചിച്ചോളാം. ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ അത് നല്ലതിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ളൊരു പ്രസ്താവനയും കൂടെ ഇറാൻ്റെ സൈഡിൽ നിന്ന് വന്നിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെയാണ് വീണ്ടും നമ്മുടെ ട്രംപ് വീണ്ടും ഒരു ചൂണ്ടങ്ങിട്ട് നോക്കിയത്. നമ്മൾ അടുത്ത ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്, നിങ്ങൾ വരുന്നോ എന്ന് ചോദിച്ചിട്ട്. അതിനുള്ള വ്യക്തമായിട്ടുള്ള മറുപടി ആയിരുന്നു ഇന്നലെ ആയത്തുള്ള ഖമേനി കൊടുത്തത്. അതായത് ട്രംപേ, നീ ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചതിയാന്ന് പറഞ്ഞത്. ട്രംപ് ഒരു ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർവശത്ത് നിൽക്കുന്ന ആളെ അല്ലെങ്കിൽ പേടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു വല്ല ഇതോ കാണിച്ചിട്ടോ അവനെ ഇല്ലാണ്ടാക്കാനുള്ള ഡീലുകൾ മാത്രമാണ്. അല്ലാണ്ട് രണ്ട് വശത്തും നല്ലതിന് വേണ്ടിയിട്ട് രണ്ടുപേർക്കും ഗുണമുള്ള രീതിയിലുള്ള ഒരു ഡീലും ട്രംപ് ഇതുവരെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് ട്രംപിൻ്റെ വഴി നോക്ക്, ഞങ്ങൾ ഞങ്ങളുടെ വഴി നോക്കിക്കോളാം. അത് പച്ചക്ക് മുഖത്ത് നോക്കി പറയുക ചെയ്തത്. നമ്മുടെ 56 ഇഞ്ച് മോദിജിക്ക് ഇതുവരെ വാതുറക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഒക്കെ കിട്ടി പുറങ്ങനെ കുനിഞ്ഞു വെച്ചു കൊടുത്തിരിക്കുക. നമ്മൾ അടിച്ചോ എനിക്ക് വേദനിക്കുന്നില്ല, നിങ്ങൾ അടിച്ചോ എന്ന് പറഞ്ഞ രീതിയിലാണ് നമ്മുടെ 56 ഇഞ്ച് ചെയ്യുന്നത്. അതേ സ്ഥാനത്താണ് നമ്മൾ ഇപ്പോൾ ഇറാൻ്റെ അവസ്ഥ കണ്ടത്. അതായത് നമ്മൾ കാരണം ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാണ് കേട്ടോ. എല്ലാം കൊണ്ടും നമ്മൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ലോകത്തൊന്നും നമ്മുടെ സംഖ്യകൾ പറയുന്നത്. ഈ പറഞ്ഞ നമുക്ക് പോലും ട്രംപിനോട് വാതുറൊന്നും പറയാൻ പറ്റുന്നില്ല. നമ്മൾ റഷ്യ എന്നുള്ള ഓയിലൊക്കെ വാങ്ങുന്നത് നിർത്തി നമ്മൾ ട്രംപ് പറഞ്ഞ പോലെ പരിപാടികളിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുക, നമ്മൾ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ. അപ്പം ആ സ്ഥാനത്താണ് ഇത്രയും സ്ട്രോങ് ആയിട്ടിട്ട് ഈ പറഞ്ഞ ഇറാൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുള്ളത്. ഈ ഇറാനിയൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അവർക്ക് അവരുടെ രാജ്യത്തിന് എന്തെങ്കിലും പറയുക, അല്ലെങ്കിൽ അവരുടെ നേതാക്കൾ എന്തെങ്കിലും പറയുക, അല്ലെങ്കിൽ അവരെ പറ്റിച്ചുകൊണ്ട് അവർക്ക് മേലെ ഉപരോധങ്ങൾ വരുത്തുക, അവർക്ക് മേലെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വരുത്തി കഴിഞ്ഞല്ലോ ഇവർ ഒരുമിച്ച് അങ്ങ് നിൽക്കും. അവിടുത്തെ ജനങ്ങളും ഈ നമ്മൾ പറഞ്ഞ ഇസ്ലാമിക് തീവ്ര ഇസ്ലാമിസ്റ്റ് ഭരിക്കുന്ന രാജ്യം അല്ലേ, സ്ത്രീകൾക്കൊന്നും ഒരു സുരക്ഷ അല്ലെങ്കിൽ സ്ത്രീകൾക്കൊന്നും ഒരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത രാജ്യത്ത് പോലും ഈ പറഞ്ഞ സ്ത്രീകളും ഈ പറഞ്ഞ പുരുഷന്മാരും അവിടുത്തെ ആൾക്കാരും ഒക്കെ അവിടുത്തെ ഭരണകൂടത്തിന് അത്രക്കൊന്ന് സപ്പോർട്ട് ചെയ്യും. അതാണ് ഇപ്പം ഇറാനിൽ നടന്നുകൊണ്ടിരുന്നത്. യുദ്ധം വരുന്നതിൻ്റെ മുമ്പ്, അതായത് 12 ദിവസത്തെ ഇസ്രായേൽ ഇറാൻ യുദ്ധം വരുന്നതിൻ്റെ മുമ്പ് അവിടെ എപ്പം വേണമെങ്കിലും ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ട് നിൽക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. കണ്ടിട്ടുണ്ടായിരുന്നില്ല, യുദ്ധത്തിൻ്റെ കൂടെ ആഭ്യന്തര കലാപം കൂടെ വന്ന് ഇറാൻ ഇല്ലാണ്ടാവുന്ന നമ്മുടെ നാട്ടിലെ മാപ്രകളും നമ്മുടെ നാട്ടിലെ മഞ്ഞപ്പത്രങ്ങളും നമ്മുടെ നാട്ടിലെ മറനാടന്മാരും ഒക്കെ പറഞ്ഞിരുന്നത്. എന്നിട്ട് എന്താ അവിടുത്തെ ആളുകൾ പോയില്ല. അവർക്ക് അവിടുത്തെ വേറെ എന്തൊക്കെ അതൃപ്തി ഉണ്ടെങ്കിലും രാജ്യത്തിനൊരു അത്യാവശ്യം വരുമ്പോൾ അവർ ഒരുമിച്ച് നിൽക്കും. അതങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നവരാണ് അവർ. അതാണ് ഇറാനികൾ എന്ന് പറഞ്ഞത്. എനിക്ക് തന്നെ അറിയാം, എൻ്റെ കുറച്ച് 2-3 ഫ്രണ്ട്സിനുണ്ട് ഇറാനികൾ, നല്ല നല്ല അടിപൊളി ഇറാനികൾ. അവരുടെ രാജ്യത്തിനോട് കാണിക്കുന്ന ഒരു ഇതൊക്കെ ഭയങ്കരമായിട്ടോ അവർ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇപ്പോൾ ഇന്നലെ ആയത്തുള്ള ഖമേനി ഇങ്ങനെ വന്നിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഞങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു അറ്റോമിക് എനർജി യൂണിറ്റ് വരെ
നിങ്ങൾ തകർത്തു എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ അടുത്ത ഒരു ഡീല് എന്ന് പറഞ്ഞ് വരുന്നത്? ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ചോദ്യമാണ് അവിടെ പുള്ളി ചോദിച്ചത്. അതായത് ഞങ്ങളുടെ റിയാക്ടർ പ്ലാന്റുകളെല്ലാം നിങ്ങൾ തകർത്തു, ബങ്കർ ബസ്റ്റേഴ്സ് ബോംബുകൾ ഇട്ടിട്ട് തകർത്തു, ഞങ്ങളുടെ അടുത്ത് ഒന്നുമില്ല, ഇനിയിപ്പോൾ എന്തിനാണ് ഇവിടെ ഒരു ഡിസ്കഷൻ്റെ ആവശ്യം? അപ്പം അമേരിക്കയ്ക്കും അറിയാം, ഇസ്രായേലിനും അറിയാം, ഇവർ തകർത്തോടത്തൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല. പ്ലാന്റിൻ്റെ പുറത്തുള്ള ചട്ടക്കൂട് മാത്രമേ പോയിട്ടുള്ളൂ. ഉള്ളിലെ സാധനം, അതായത് റിഫൈൻ ചെയ്ത് സമ്പുഷ്ടീകരിച്ചിട്ടുള്ള യുറേനിയം, ഓൾമോസ്റ്റ് 400 കിലോ വരുന്ന യുറേനിയം ഇറാൻ അവിടുന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ള എല്ലാവർക്കും അറിയാം. അത് പേടിച്ചിട്ട് തന്നെയാണ് ഇപ്പോഴും അമേരിക്കയും ഇസ്രായേലും ഇരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഏതെങ്കിലും സമയത്ത് അതൊരു ഇപ്പം ഏകദേശം 80% 90% ഒട്ടും അതിൻ്റെ സമ്പുഷ്ടീകരണം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വേറെ രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് എവിടെയെങ്കിലും ആയിരിക്കും ഇത് ബാക്കി ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ റഷ്യ ആയിട്ടുള്ള ബന്ധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. 5 പുതിയ പ്ലാന്റുകളാണ് റഷ്യ അവിടെ പുതുതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ ഇറാൻ എത്രയും പെട്ടെന്ന്, ഞാൻ ആയിട്ടുണ്ടോയെന്ന് പോലും അറിയിട്ടില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു കംപ്ലീറ്റ് ആണവ ആയുധമുള്ള ഒരു രാജ്യമായിട്ട് മാറും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇസ്രായേലിൻ്റെയും ഒക്കെ മുട്ട് വിറച്ച് തുടങ്ങും എന്നുള്ളത് വ്യക്തമാണ്. ഇസ്രായേൽ എന്ത് പറഞ്ഞാലും ചാടി കളിക്കണം അമേരിക്കയും, ഇസ്രായേൽ എന്ത് പറഞ്ഞാലും അമേരിക്ക ത്രൂ ചാടി കളിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ കുറേ കോമരങ്ങളും അല്ലെ, അറബ് രാജ്യങ്ങൾ, അതായത് GCC കൺട്രീസിലെ നേതാക്കളായിട്ടുള്ള കോമരങ്ങളും വെറുതെ കുത്തിയിരുന്ന് ഇവർ പറഞ്ഞ ചാടും. പക്ഷെ അത് ചാടാണ്ട് ഞങ്ങൾക്ക് ഒരു സ്വയം പ്രാപ്തി വരുത്താനുള്ള ഒരു കെൽപ്പും അല്ലെങ്കിൽ അത് ചെയ്തതുമായിട്ടുള്ള രാജ്യം ഇറാൻ മാത്രമാണ് ഈ ഭാഗത്ത് പശ്ചിമേഷ്യയിൽ. വേറെ ഒരു രാജ്യങ്ങളും അമേരിക്കയും ഇസ്രായേലും പറയുന്നത് അപ്പുറത്തോട്ട് ചാടില്ല. നിൽക്കടാ കള്ളാന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും അവർ. ഇന്നിപ്പോൾ രാത്രിയല്ല പകലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തുകൂടെ GCC കൺട്രീസിലെ കോമര നേതാക്കന്മാർ വന്ന് പറയും, ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇപ്പം പകലാന്ന് പറയും, രാത്രി വേണമെങ്കിൽ. അത്രയേ ഉള്ളൂ GCC എന്ന് പറഞ്ഞാൽ. ഈ നിങ്ങൾ UAE എടുത്തോ, സൗദി എടുത്തോ, ഖത്തർ എടുത്തോ ഒക്കെ, ഖത്തറിലൊക്കെ മൂട്ട് പോയിട്ട് പൊട്ടിക്കഴിഞ്ഞാലും ഇല്ല പൊള്ളിയില്ല, കുഴപ്പമില്ല, ഞങ്ങൾ തട്ടിയാൽ മതി, റഷ്യ റെഡി ആയിക്കോളും എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഖത്തറീസ്. അപ്പം ഇത്രയുള്ള സമയത്ത് തങ്ങളുടെ കയ്യിലുള്ള ആയുധത്തിൻ്റെ അല്ലെങ്കിൽ മിസൈൽസിൻ്റെ ഒക്കെ പവർ അത് ഉള്ള സമയം കൊണ്ട് ഒരു കാലത്ത് എല്ലാവരും ഒറ്റപ്പെടുത്തി നിർത്തിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള സാമ്പത്തിക ഉപരോധങ്ങളും കൊടുത്തിട്ടുള്ള രാജ്യമാണ് ഇറാൻ. അത് മിഡിൽ ഈസ്റ്റിൻ്റെ സൈഡിൽ നിന്നായിക്കോട്ടെ, അമേരിക്കൻ, യൂറോപ്യൻ, ഏത് രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും. അതുകൊണ്ടൊക്കെ തന്നെയാണ് എല്ലാം ഒന്നും ഇല്ലാത്തോടത്ത് എണീറ്റ് വരും എന്ന് പറഞ്ഞത്. ഏറ്റവും വലിയ മിസൈൽ ശേഖരങ്ങളുള്ള രാജ്യമായി, ഏറ്റവും ബെസ്റ്റ് ബാലിസ്റ്റിക് ഇന്റർ കോണ്ടിനെന്റൽ മിസൈൽസ് വരെ ഉണ്ടാക്കിയിട്ടുള്ള രാജ്യമായിട്ട് മാറിയിട്ടുണ്ട് ഇറാൻ. അതിൻ്റെ ഒക്കെ പേടിയിലൊക്കെ തന്നെയാണ് 12 ദിവസത്തെ യുദ്ധം 12ാമത്തെ ദിവസം നിർത്താം എന്ന് അമേരിക്കനെ പോലത്തെ അത്രയും ലോക 1-ാം നമ്പർ രാജ്യമായിട്ടുള്ള അമേരിക്കയും കൂടെ ഇസ്രായേലിനെ പോലത്തെ അത്രയും ബുദ്ധി ഉണ്ടെന്നല്ലേ പറയപ്പെടുന്നത്. അതെ, ഇത്രയും ബുദ്ധിയുള്ള രാജ്യമായിട്ടുള്ള ഇസ്രായേലും ഇത്രയും ലോക 1-ാം നമ്പർ രാജ്യമായിട്ടുള്ള അമേരിക്കയും ഒരുമിച്ച് കൂടി നിന്നിട്ട് ബോംബിട്ട് തീർക്കും എന്ന് വിചാരിച്ച ഇറാൻ്റെ 12ാമത്തെ ദിവസം ഈ ഇറാൻ യുദ്ധം നിർത്തി എന്നുള്ള ഒരു ഡിസ്കഷനിലോട്ട് അത് എത്തിയത് സ്റ്റോപ്പ് ചെയ്യാൻ കാരണം ഇറാൻ്റെ കയ്യിൽ ഇനി എന്തൊക്കെ ഉണ്ട്, ഏതൊക്കെ അവന്മാരെടുത്ത് പൊട്ടിക്കും എന്നുള്ള പേടിയുള്ളത് കൊണ്ട് തന്നെയാണ്. അത് വ്യക്തമാണെന്നുള്ള എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഇപ്പം കമേനി പറഞ്ഞിട്ടുള്ളത്. ഇനി ഞങ്ങൾ ഉണ്ടാക്കേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം, ഞങ്ങളുടെ മേലെ ഏതായാലും എല്ലാ ഉപരോധങ്ങളും ഉണ്ട്, ഒരു മെച്ചം ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇനി ഒരു ചർച്ച വേണ്ട. ഇത്രയും കാലത്ത് നമ്മൾ ഒപ്പിട്ട, അതായത് ഈ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മിറ്റിയുടെ അണ്ടറിൽ ഞങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങോട്ട് കാറ്റിൽ പറത്തിയേക്ക്, ഞങ്ങൾ ഞാൻ നിൽക്കുന്നില്ല, ഞങ്ങൾ ഉണ്ടാക്കണ്ടേ എന്നുള്ളത് ഞങ്ങൾ ആലോചിച്ചുള്ള. അതിൽ ട്രംപ് തലയിടാൻ വരേണ്ട, ഇസ്രായേൽ തലയിടാൻ വരേണ്ട. അവരുടെ കയ്യിൽ ഉണ്ടെന്നും അവരുടെ കയ്യിൽ യുറേനിയം ഉണ്ടെന്നും അവന്മാരത് ആയുധമാക്കും എന്നുള്ളതും ഏതെങ്കിലും അവസരത്തിലല്ല ഒരു കാര്യമില്ലാണ്ട് അവന്മാരെ ചൊറിഞ്ഞാൽ പൊട്ടിക്കും എന്നുള്ളത് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇപ്പം അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് ബേസുകളിലും മറ്റ് ഇപ്പം ഇറാനെ ചുറ്റിയിട്ട് എല്ലാ ബേസുകളിലും പുതിയ ഒരുപാട് ആയുധങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നുണ്ട്, ഫൈറ്റർ ജെറ്റുകൾ കൊണ്ട് ഇറക്കുന്നുണ്ട്, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതേ സമയത്ത് ഇസ്രായേലിൻ്റെ തകർന്നു പോയിട്ടുള്ള അയൺ ഡോമും പിന്നെ ഡാറ്റും ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് നേരം അവന്മാർ ചൊറിയും എന്നുള്ളത് ഉറപ്പാണ്. ഇസ്രായേൽ അങ്ങോട്ട് കയറി ചൊറിയാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. അത് ചൊറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വിടാനുള്ള എല്ലാ സജ്ജീകരണവും ഇറാൻ്റെ സൈഡിൽ നിന്ന് നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം റഷ്യ ആയിട്ട് ഏകദേശം 80ഓളം പുതിയ ഫൈറ്റർ ജെറ്റുകളുടെ കരാറുകൾ ഒപ്പിട്ടു. അതിൽ സുക്കോയ് 35 പോലത്തെ 45-50ഓളം പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റഷ്യയുടെ പുതിയ ഫൈറ്റർ ജെറ്റുകളുടെ കരാറുകൾ ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ചൈനയുടെ നമ്മൾ ആരും അറിയാത്ത ഒരു ഇൻഡയറക്റ്റ് സപ്പോർട്ട് കംപ്ലീറ്റ്ലി ഇറാനുണ്ട്. ഇതൊക്കെ അവിടെ സ്ട്രോങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഒന്നുമില്ല, നമ്മളിവിടെ ഇന്ത്യക്കാർ ഈ പറഞ്ഞ പോലെ ട്രംപിനനുസരിച്ച് തുള്ളും. അവിടെ ആൺകുട്ടികൾ എവിടെ എന്ത് കൊടുക്കണം എന്ന് ആലോചിച്ചിട്ട് അതിനനുസരിച്ചിട്ട് അവരുടെ ജിയോ പൊളിറ്റിക്സ്, അവരുടെ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു ഡിപ്ലോമസി, ഏത് രീതിയിൽ എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് പറയേണ്ടത് പറയും, തുറന്ന് കൊടുക്കേണ്ടത് കൊടുക്കും, അല്ലെങ്കിൽ ആ മിണ്ടാതെ സമാധാനത്തിൽ മുന്നോട്ട് പോകും. ഇതാണ് ഇറാനിലിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം.